ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സ്പെഷ്യൽ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, ഭയങ്കര സിമ്പിളായിട്ട്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാരമൽ പാലട പായസമാണ്. ഭയങ്കര സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും നല്ല ക്രീമി ആയിട്ട് നല്ലൊരു ഫ്ലേവർഫുള്ളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇനി വരുന്ന വാലന്റൈൻസ് ഡേ ഒക്കെ അല്ലേ, ആദ്യമായിട്ട് ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒപ്പം ഒരു മധുരം ഒക്കെ സെർവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് നെയ്യാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. പാടയിൽ നിന്ന് അമ്മ ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊരു 2-3 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് ഏകദേശം. അതിലേക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് പാലട മിക്സായിട്ട് വാങ്ങുമ്പം അതിൽ കുറച്ച് ഷുഗർ എല്ലാം ആഡ് ചെയ്തായിരിക്കും വരുന്നത്. അപ്പോൾ ഞാനിവിടെ സെപ്പറേറ്റ് അട ചേർക്കുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് ഷുഗർ ഇട്ടിട്ട്, അതായത് പഞ്ചസാര ഇട്ടിട്ട്, ഇത് വെള്ളമൊന്നും ചേർക്കാതെ ഈ നെയ്യിലിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യണം കേട്ടോ. നമ്മുടെ ഒരു പായസത്തിന് നല്ലൊരു കോപ്പിക്കോടെയൊക്കെ ഒരു ക്രീമി നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഓൾസോ നമ്മുടെ പായസത്തിൻ്റെ കളറും. അപ്പോൾ അല്ലെങ്കിൽ വേറൊരു കളറിലൊക്കെ കിട്ടും, പക്ഷെ നിങ്ങൾക്ക് ഇത് ഭയങ്കര ഒരു വെറൈറ്റി ഫീൽ ചെയ്യും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ. അപ്പോൾ നെയ്യിൽ നന്നായിട്ട് ഷുഗർ ഇട്ടിട്ട് ഇതുപോലെ വളരെ ചെറിയ ഫ്ലെയിമിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്ത് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു മണമൊക്കെ വരും. ഈ ഒരു സമയത്ത് ഒരു 5 മിനിറ്റിന് ഉള്ളിൽ തന്നെ നമുക്ക് ഷുഗറൊക്കെ ഇതുപോലെ മെൽറ്റായിട്ട് നല്ലൊരു ക്യാപ്പിച്ചിനോടെയൊക്കെ ഒരു മണം വരും കേട്ടോ. ആ ഒരു സമയത്ത് ഇത് ഒത്തിരി ഇട്ട് കരിക്കാൻ പാടില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിന് ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ അതേ കളർ നോക്കി വെച്ചോ. ഈ ഒരു പരുവത്തിൽ വേണം നിങ്ങൾ ഇതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഞാൻ വെള്ളമൊന്നും ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ള പാലല്ല, ഫുൾ ഒരു ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അത് ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം കുറച്ച് പാല് നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ കാരമലൈസ് ചെയ്തെടുത്തിരിക്കുന്നത് ഈ പാലുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഇങ്ങനെ കട്ടയ്ക്കൊക്കെ കിടക്കും കേട്ടോ, ഒന്നും പേടിക്കണ്ട, ഇത് നന്നായിട്ട് മെൽറ്റായി പൊക്കോളും. അപ്പോൾ ജസ്റ്റ് ഒരു തവി വെച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വിസ്ക് ചെയ്യുന്ന പോലെയൊക്കെ ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ തന്നെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും. ഈ ഒരു പായസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമുക്കിതെല്ലാം പ്രത്യേകിച്ച് നമ്മൾ ഇതിനകത്തേക്ക് നട്ട്സൊന്നും റോസ്റ്റ് ചെയ്തിടണ്ട, അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബേക്കറിയിലൊക്കെ കയറി കഴിഞ്ഞാൽ അവിടെ നല്ലൊരു വാനില അങ്ങനെയൊക്കെ ഒരു ടൈപ്പ് ഓഫ് സ്മെല്ലൊക്കെ ഇല്ലേ, ആ ഒരു രീതിയിൽ നല്ല ക്രീമി ആയിട്ടുള്ള പായസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പായസം വെക്കുമ്പം ചേർക്കുന്ന പോലെ ഒന്നും കിസ്മിസൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ പാലട സെപ്പറേറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന അടയാണ് കേട്ടോ, അത് ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മൾ കുറച്ചും കൂടെ വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിക്കുക. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലട സെപ്പറേറ്റ് ആയിട്ട് മേടിക്കുവാണെങ്കിൽ ഈ പറയുന്ന പോലെ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇനി അതല്ല മിക്സ് ആക്കിയിട്ടാണ് നിങ്ങൾ പാലടയുടെ കിറ്റ് മേടിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ പാലട ആദ്യം ഇട്ട് കുറച്ചൊരു 2 മിനിറ്റ് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള നമ്മുടെ മേടിച്ച് വെച്ചിരിക്കുന്ന പാലടയിലെ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതിൽ തന്നെ നട്ട്സും അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും കാണും. അപ്പോൾ സെപ്പറേറ്റ് ഒന്നും ചേർക്കണ്ട. പക്ഷെ ഞാനിവിടെ കുറച്ച് ഏലക്ക മാത്രം ലാസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, പൗഡർ ഫോമിലല്ല കേട്ടോ. പൗഡറായിട്ട് ഇട്ട് കൊടുത്താൽ ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ആ ഫ്ലേവർ പെട്ടെന്നങ്ങ് പോകും. പക്ഷെ നമ്മളിങ്ങനെ ഒന്ന് ചതച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ചൂട് കൊണ്ട് ആ ഏലക്കയുടെ കുരുവിൽ നിന്ന് ഇങ്ങനെ മണം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു 20 മിനിറ്റ്സൊക്കെ ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായിട്ട് നമ്മുടെ പാലട, അതായത് അട ഇങ്ങോട്ട് വേവാനായിട്ടുള്ളൊരു സമയം കൊടുക്കുക. അപ്പം ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടി തീർത്തൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എപ്പോഴും നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുക. ഒത്തിരി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് സത്യത്തിൽ ഞാൻ ഭയങ്കര റഷായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം നിന്ന് കുക്ക് ചെയ്യുക കേട്ടോ. അതുകൊണ്ടാണ് ഇടയ്ക്ക് വേറെ ഒരു ക്ലിപ്പ് കയറി വന്നത് കേട്ടോ. അതൊന്ന് ഇഗ്നോർ ചെയ്തേക്കണേ. അപ്പോൾ അതെ, നമ്മുടെ പാലട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഭയങ്കര മണമായിരുന്നു കേട്ടോ. എനിക്കങ്ങ് ഒരു വാനില ഐസ്ക്രീമിൻ്റെ ഒക്കെ പോലെ നല്ല മണമാണ്. സാധാരണ പറയുന്ന പോലെയല്ല, ഈ ഷുഗർ കാരമലൈസ് ചെയ്തിട്ട് പായസം ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്കത് കുറച്ച് പേർക്കൊക്കെ എന്തായാലും കഴിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും. നമ്മൾ സാധാരണ പായസം വെക്കുന്നതിനെക്കാട്ടിലും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് കിട്ടും.
ഇനി ഇതിനകത്ത് ഞാൻ പറയുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ പാലട എല്ലാം വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാലൻസ് ഉണ്ടായിരുന്ന നമ്മുടെ ബാക്കി പാല് കംപ്ലീറ്റ്ലി ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊരു 5 മിനിറ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക വീണ്ടും. അപ്പോഴത്തേക്ക് ഈ പാലും നമ്മുടെ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡായി വരും. ആ സമയത്ത് ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അങ്ങനത്തെ തന്നെ നെയ്യ് ചേർക്കുക. അതല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയതായാലും മതി. അതൊരു 2-3 സ്പൂൺ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പം നെയ്യും പാലും നല്ല ഏലക്കയും ഒക്കെ കുറുകി ആ കാരമലൈസ് ആയിട്ടുള്ളതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ചേർന്നിട്ട് നല്ലൊരു മണം വരും. ഈ സമയത്ത് നമുക്ക് ഒരു ചെറിയ കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. കുറച്ച് ഉപ്പ് ചേർക്കണം. എപ്പോഴും നമ്മൾ പായസം ഉണ്ടാക്കുമ്പം മധുരം ഏറെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പായസമൊക്കെ റെഡിയായി. ഇതിൻ്റെ ബെസ്റ്റ് കോംബോ ഞാൻ പറഞ്ഞു തരട്ടെ. എൻ്റെ എവർഗ്രീൻ ഓൾ ടൈം ഫേവറേറ്റ് ആണ് കാരമൽ പാലട പായസവും വാനില ഐസ്ക്രീമിൻ്റെ ഒരു സ്കൂപ്പും. വേറെ ലെവലാണ് കേട്ടോ. നന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യാത്ത മറ്റൊരു വേർഷനാണ് നല്ല ബോളിയും പായസവും. ഇനി അതും അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കോമ്പിനേഷൻ അത് തന്നെ, നമ്മുടെ പപ്പടവും പഴവും കൂട്ടി ഒരു പിടി പിടിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ബൈ. അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫോളോ ഫോർ മോർ. സോ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.